ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ അമ്പുവിനെ അരിയിൽ എഴുതിക്കാൻ പോകുന്നതാണ്, അതായത് എഴുത്തിനിരുത്തുന്നതാണ്. അപ്പോൾ നാളെ ജൂൺ 5-ാം തീയതിയാണ്. അതുകൊണ്ട് തലേന്ന് നമ്മൾ മുടിയെല്ലാം മുറിച്ച്, ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോ മുടിയെല്ലാം മുറിച്ച് അച്ഛനും മോനും മുടിയെല്ലാം മുറിച്ച് സെറ്റായിട്ട് വരുന്നതാണ്. ഇവിടെ ഗുജറാത്തിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ് എഴുത്തുന്നത്. നമ്മൾ പിന്നെയും അങ്ങോട്ടേക്ക് ആക്കണമെങ്കിൽ അഥവാ ഏട്ടനെ എന്തെങ്കിലും കോഴ്സിന് അങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ 3 വയസ്സ് അപ്പോഴത്തേക്ക് ഒക്ടോബർ ആകുമ്പോഴത്തേക്കെല്ലാം പിന്നെ 3 വയസ്സാകും. 3 മാസത്തെ കോഴ്സിനെല്ലാം ചിലപ്പോൾ പോകേണ്ടി വരും. അപ്പോൾ പിന്നെ അത് ലേറ്റായി പോകും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എഴുത്തിനിരുത്താമെന്ന് വെച്ചിട്ടുണ്ടേനു. മുടി മുറിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഓന് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര ചിലവ് ചെയ്യേണ്ടി വരും. കാരണം മുടി മുറിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഐസ്ക്രീമോ പിന്നെ ചെറിയ കുഞ്ഞി കേക്കോ ചോക്ലേറ്റിൻ്റെ കേക്കോ അതുപോലെ ഡയറി മിൽക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഓന് വേണ്ടി വരും. അപ്പോൾ നേരെ നമ്മൾ കടയിൽ കയറ്റി ഓൻ തന്നെ ഫസ്റ്റ് തന്നെ മുന്നിൽ പോയിട്ട് ഐസ്ക്രീം അങ്ങനെ നോക്കിയിട്ട് ഏതാ വേണ്ടത് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത്ര നേരം കണ്ടത് ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ വെച്ച് എൻ്റെ പണിയെല്ലാം വേഗം കഴിഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ ഒരു സ്കിൻ കെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് കുറേ നാളായി ഞാൻ വിചാരിക്കുന്ന ഈ ഒരു പിന്നെ ഓയിൽ ഉണ്ടാക്കണമെന്ന്. ക്യാരറ്റും വെളിച്ചെണ്ണയും കൂടി കൂട്ടിയിട്ടുള്ള ഓയിൽ. അപ്പോൾ 3 സ്പൂണ് ഓയിലിലേക്ക് കോക്കനട്ട് ഓയിലിലേക്ക് ഒരു പിന്നെ ചെറിയ ഒരു ക്യാരറ്റ് പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് തണിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ക്രബിലേക്കാണ് ഞാൻ അധികം ചെയ്യുന്നത്. ഞാൻ അധികം എന്ന് വെച്ചിട്ടാകുമ്പോൾ ചെയ്യുന്നത് തന്നെ ഈ ഒരു സ്ക്രബാണ്. പിന്നെ കാപ്പിപ്പൊടിയും പഞ്ചസാരയും തക്കാളിയും കൂടി കൂട്ടിയിട്ടുള്ള ഒരു സ്ക്രബ്, ഏറ്റവും നല്ല സ്ക്രബാണ്. പിന്നെ തക്കാളി നീരിന് പകരം വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും കൂടി കൂട്ടിയിട്ട് സ്ക്രബ് ചെയ്യുക. ഒന്ന് നനച്ചിട്ട് മുഖം ഒന്ന് നനച്ച് കഴിഞ്ഞിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഒപ്പി എടുത്തിട്ട് പിന്നെ പാക്കും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. കടലപ്പൊടിയും ഒരു നുള്ളു മഞ്ഞൾ പൊടിയും പിന്നെ തൈരും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു പാക്ക് ഇടുന്നുണ്ട്. കണ്ണിൻ്റെ കൺപോളക്കല്ലാണ്ട് ബാക്കി എല്ലാ ഏരിയയിലും മുഖത്തിനും കഴുത്തിനും എല്ലാം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ലോണം ഡ്രൈ ആകുന്നതിന് മുമ്പിട്ട് അധികം ഡ്രൈ ആകാണ്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് എടുത്തിട്ട് പിന്നെ മോയ്സ്ചറൈസർ പറ്റുന്നുണ്ട്. ഇത് ഞാൻ ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് വാങ്ങിയൊരു മോയ്സ്ചറൈസറാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും അനുയോജ്യമാണെന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഓൾ സ്കിൻ ടൈപ്സാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്ക് നല്ല എന്താ പറയണ്ട ബെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. രാത്രിയും രാവിലെയെല്ലാം എണീച്ചിട്ടാകുമ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ അണിഞ്ഞിട്ടുള്ള ആ ഒരു ഓയിൽ ഞാനൊരു ചെറിയൊരു സിറത്തിൻ്റെ കുപ്പി ഉണ്ടേനും പിന്നെ അതിലുള്ളതെല്ലാം കളഞ്ഞിട്ട് ഈ ഒരു കോക്കനട്ട് ഓയിൽ അതിലേക്ക് മാറ്റുന്നുണ്ട്. വെളിച്ചെണ്ണയും ക്യാരറ്റും നമ്മളെ സ്കിന്നിന് നല്ലതാണ്. വെളിച്ചെണ്ണയിൽ ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാൻ ചില സമയം കുളിക്കുന്ന സമയത്തെല്ലാം ഞാൻ മുഖത്തെല്ലാം തേക്കലുണ്ട്. പിന്നെ ക്യാരറ്റും കൂടി നല്ലതാണ്. അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ ആക്കി എടുത്തിട്ട് ഈ ഒരു ഓയിൽ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് ഇറക്കി വെച്ചാൽ മതി. പിന്നെ അപ്പോൾ അത് തണിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനത് അതിലേക്ക് മാറ്റിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. രാത്രി കിടക്കുമ്പോൾ ഒന്നോ രണ്ടോ തുള്ളി മാത്രം അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ മതി. പിന്നെ നമ്മൾ ഡയറ്റും കൂടി തുടങ്ങിയത് കൊണ്ട് ഫുഡിലേക്ക് മക്കാനയും കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ മുടി മുറിച്ചിട്ട് വരുമ്പോൾ ഒരു ഡബ്ബ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിട്ട് വെക്കാൻ പാത്രമുള്ളൊരു വലിയൊരു ഡബ്ബ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് പൊട്ടിച്ചിടുന്നുണ്ട്. പിന്നെ ഇത് ഒരു ഹൈ ന്യൂട്രീഷൻ കണ്ടൻസെല്ലുള്ള ഒരു നല്ലൊരു സാധനമാണ്. പ്രോട്ടീനും അതുപോലെ തന്നെ ഇത് ഹാർട്ടിനും നല്ലതാണ്. അനീമിയക്കെല്ലാം നല്ലതായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഒരു 25 ഗ്രാം മക്കാന പിന്നെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതാണ്. കുട്ടികൾക്കെല്ലാം പംകിൻ സീഡിൻ്റെ കൂടിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പിൻ്റെയും ബദാമിൻ്റെയും കൂടെയെല്ലാം റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതും കൂടി റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചിട്ട് പാലിലെല്ലാം ആക്കിയിട്ട് കൊടുത്തിട്ടാകുമ്പോൾ നല്ലൊരു സാധനമാണ്. പക്ഷേങ്കിൽ ഇടിയുള്ള ചക്ക അതൊന്നും അങ്ങനെ കുടിക്കുന്നില്ല. ഒരു ഹോർലിക്സും ബൂസ്റ്റും മാത്രമേ പറ്റുന്നുള്ളൂ. മറ്റുള്ള ഞാൻ പൊടിച്ചിട്ട് കൊടുത്തിട്ടൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ വൈകുന്നേരം ആയാലും തുടരും കണ്ടിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ പോയ സമയത്ത് തുടരും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ വന്നുകൊണ്ട് നമ്മൾ അങ്ങനെ തുടരും കൂടി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം. മുന്നേ ഉള്ള വീഡിയോസിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.